ഒരു മരണം കൊണ്ട് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പലരും പലതും നേടിയിട്ടാ പോകുന്നത്. പക്ഷേ ദുനിയാവില പലരും പലതും നേടുന്നത് ആഖിറത്തിലേക്ക് നേടുന്നവര് കുറവാ. ഒരു അനുഭവത്തിന്റെ കഥ പറഞ്ഞാൽ, ഒരു പാവപ്പെട്ട കുടുംബത്തിന് മാസം 3000 രൂപ 2 കുടുംബങ്ങൾക്കായിട്ട് ഒരാൾ അയച്ചു തരും. എപ്പോഴോ വർഷങ്ങൾക്ക് മുൻപ് ആ കുടുംബങ്ങളുടെ അവസ്ഥ ബോധ്യപ്പെടുത്തപ്പോ നിത്യരോഗിയായ 2 മനോരോഗികളും നിർധരരായ 2 വാപ്പയുമ്മയുള്ളതിന്റെ അവസ്ഥ ബോധ്യപ്പെട്ടപ്പോ ആ മനുഷ്യൻ കൃത്യമായിട്ട് ഫണ്ട് അയച്ചു കൊടുക്കും. ആ ഫണ്ട് ഒരു മാസം മുടങ്ങിയപ്പോ ആളുകൾക്ക് ബോധ്യപ്പെട്ടു അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടാവാമെന്ന്. തൊട്ടടുത്ത മാസം ആ കുടുംബം ഈ കുടുംബത്തെ ബന്ധപ്പെട്ടു. മക്കൾ ഈ കുടുംബത്തെ വന്ന് കണ്ടു. അവര് വിവരങ്ങൾ അന്വേഷിച്ചു. വാപ്പയുടെ സമ്പത്തിൽ നിന്ന് തുച്ഛമായൊരു പണം പോകുന്നത് ഈ 2 കുടുംബത്തിലേക്കാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടപ്പോ ആ മക്കളതാ അടുത്ത മാസത്തേക്ക് കഴിഞ്ഞ മാസത്തേതിന്റെയും കൂടി ഈ കുടുംബത്തിന് കൊടുക്കാൻ തുടങ്ങി. എന്നിട്ട് അവര് പറഞ്ഞത്, വാപ്പയെ സ്നേഹിക്കാൻ ഇതിലും വലിയൊരു മാർഗം ഞങ്ങൾക്കില്ലാന്ന. അതോടൊപ്പം തന്നെ ആ മക്കൾ പറയുന്നത്, ഇങ്ങനെയൊക്കെ നമുക്കെന്തെങ്കിലും കിട്ടൂന്ന. ഈ ദുനിയാവിന്റെ തിരക്കിനിടയിൽ ഓടിപ്പിടിച്ച് സമ്പാദിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെയെങ്കിലും കുറച്ച് ഞങ്ങൾക്കും ഞങ്ങളെ വാപ്പാക്കും കിട്ടട്ടെ എന്ന് പറഞ്ഞ് ആളറിയാതെ പലരുടെയും കണ്ണീരൊപ്പുന്നുണ്ടെങ്കിൽ മതിവരാതെ ഇവിടെ ദുനിയാവിൽ വെട്ടിപ്പിടിച്ചിട്ട് മതിവരാതെ കുതിര കളിച്ച് തീരാതെ അവസാനം പലതും പലരെ കൊണ്ടും പറയിപ്പിച്ചും തമ്മിലടിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുത്തും ആളപ്പറ്റിച്ചും കൊട്ടാരങ്ങൾ ഉണ്ടാക്കി പടച്ചോന്റെ മണ്ണുക്ക് പോകുന്നതും തുല്യമല്ല മനുഷ്യരെ. രണ്ടും 2 തന്നെയാ. അതിലേത് നിലക്ക് അള്ളാന്റെ അരികിലേക്ക് മടങ്ങണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാ. ഒരു പക്ഷേ അഭിനയിച്ച വേഷം കൊണ്ട് മയ്യത്തസ്കാരത്തിന് ആളുകൂടും. കണ്ണമ്പറമ്പിന്റെ 3 നിലയും നിറയും, ഷാദുലിപ്പള്ളിന്റെ 3 നിലയും നിറയും. ആളുകൾ വാനോളം പുകയ്ത്തും. തോളെടുക്കാൻ പലരും പാഞ്ഞു വരും. കുടുംബത്തിലേക്ക് പലരും വന്ന് സങ്കടം ബോധ്യപ്പെടുത്തും. പക്ഷേ അതൊന്നും പടച്ചോന്റെ മണ്ണിന്റെ അടിയിലേക്ക് എത്തില്ല. മണ്ണിനടിയിൽ എന്ത് തീരുമാനിക്കണമെന്ന അവകാശം അള്ളാഹുവിന് മാത്രമാ. ആ ലോകത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും കിട്ടാത്ത ആ ലോകത്ത്, ഒരാളുടെ അഭിനയവും അള്ള വിലക്കെടുക്കാത്ത ആ ലോകത്ത്, ആ മണ്ണിനടിയിൽ ഒരു മനുഷ്യന്റെ സമാധാനമാണ് അവന്റെ ജീവിതത്തിന്റെ അർത്ഥം. അത് ആയുസ്സിൽ കണ്ടെത്താൻ പറ്റിയിട്ടില്ലേ? സമ്പത്തും സൗകര്യങ്ങളും മക്കളും ദുനിയാവും വെട്ടിപ്പിടിച്ച് അവസാനത്തെ യാത്ര, ദുനിയാവിൽ നിന്നും കിട്ടുന്ന അവസാനത്തെ യാത്ര ഏറ്റവും പരിതാപകരമായിരിക്കും. ആ പരിതാപകരമായ യാത്ര കത്തിപ്പോയ ഫ്ലൈറ്റിനേക്കാൾ പൊട്ടിത്തെറിച്ച ബോംബിനേക്കാൾ ഭയാനകവുമായിരിക്കും എന്ന തിരിച്ചറിവാണ് മനുഷ്യരെ ഏതു മരണവും നമ്മളെ കണ്ടെത്തേണ്ടതും നമ്മളെ ചിന്തിപ്പിക്കേണ്ടതും. ആ നിലക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഏറ്റവും സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്നും ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുത് എന്നും എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും ക്ഷണിക്കപ്പെടാതെ അപ്രതീക്ഷിതമായി കടന്നു വരുന്നവനാണ് മരണമെന്നും ആ മരണപ്പെട്ടതിന് ശേഷം പിന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഭൂമിയിലേക്ക് തിരിച്ചു വരാനുള്ള അവകാശം നമുക്കില്ല എന്നും ബോധ്യപ്പെട്ടവരാണ് നമ്മൾ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ആ ഖബറിന്റെ അരികിൽ നിന്ന് അള്ളാന്റെ ഹബീബായ നബി തങ്ങൾ കരയാൻ തുടങ്ങി. സഹാബാക്കൾ ചിന്തിച്ചത് ആ ഖബറിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ടവരാരോ ആണ് എന്ന അർത്ഥത്തിലാണ്. വിതുമ്പിക്കരയുന്ന റസൂലുള്ളാഹിനോട് സഹാബത്ത് ചോദിച്ചു, റസൂലേ, ആരാണ് അയാൾ? എന്തിനാ നിങ്ങൾ കരഞ്ഞ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണുനീരോടെ പറഞ്ഞു, ഈ ഖബറിൽ കിടക്കുന്ന ഖബറാളി ഇപ്പോ ആഗ്രഹിക്കുന്നത് ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിന്റെ കൂലിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ റബ്ബേ എന്ന. ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിന്റെ കൂലിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ
എത്ര നന്നായിരുന്നു റബ്ബേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഖബറിന്റെ ഉള്ളിലുള്ളത്. ആ ഒരു ചിന്തയിലേക്ക് നമ്മളെ മനസ്സും മാറണം. നാളെ പടച്ച റബ്ബിന്റെ അരികിലേക്ക് തിരിച്ചു പോകുമ്പോ പലരും പറയാറുണ്ട്, ആകെ ദുനിയാവെന്ന് കിട്ടുന്നത് 3 കാര്യങ്ങൾ മാത്രമാണ്. വവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, ആ രക്ഷിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥന. പെരുന്നാൾ ദിവസത്തിലും അല്ലാത്ത ദിവസത്തിലുമൊക്കെ അള്ളാഹുവിന്റെ മണ്ണിൽ കടന്ന് ആ രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നത് മക്കളുടെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ്. പല മക്കളും പോകാറുണ്ട്, പക്ഷെ എല്ലാ മക്കളുടെ പ്രാർത്ഥനയും അള്ളാഹ് സ്വീകരിക്കും എന്നല്ല അള്ളാഹുവിന്റെ ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ച്. വവലദുൻ സ്വാലിഹുൻ, സ്വാലിഹീങ്ങളായ മക്കളാവണം. വാപ്പ ജീവിച്ചിരുന്ന ചരിത്രത്തിനനുസരിച്ച് വാപ്പ വളർത്തിക്കൊണ്ടുവന്ന മക്കളാവണം. ആളെ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് വാപ്പാക്ക് വേണ്ടി ദ്വാരക്കാൻ പോയാൽ പടച്ചോൻ സ്വീകരിക്കും പറഞ്ഞിട്ടില്ല. തമ്മിലടിച്ചിട്ടും കുതികാല് വെട്ടിയിട്ടും ഈഗോ കാണിച്ചിട്ടും മത്സരിച്ചിട്ടും പച്ചയർച്ചി തിന്നിട്ടും വാപ്പാന്റെ കബറും പുറത്ത് ചെന്നാ മതി എന്നല്ല അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പന. വവലദുൻ സ്വാലിഹുൻ, മക്കള് സ്വാലിഹീങ്ങളാവണം. വാപ്പാൻ ഓർത്ത് മനസ്സ് പറ്റുന്ന മക്കളാവണം. നിന്റെ ദുആ കൊണ്ട് വാപ്പാക്ക കൂലി കിട്ടണം എന്നാഗ്രഹിക്കുന്ന മക്കളാവണം. അതുകൊണ്ടാ വവലദുൻ യദ്ഉ ലഹു നല്ല ഹദീസിൽ വവലദുൻ സ്വാലിഹുൻ, മക്കള് സ്വാലിഹീങ്ങളാവണം. പടച്ചോനെ മറക്കാത്ത മക്കളാവണം. ഒരാളെ ഹക്കും കവർന്നെടുക്കാത്ത മക്കളാവണം. ഒരാളെ പച്ചയിറച്ചി തിന്നതിന്റെ വേദനയില്ലാത്ത മക്കളാവണം. ഒരാളും എനിക്കെതിരെ പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സില്ലാത്ത മക്കളാവണം. എങ്കിൽ ആ പ്രാർത്ഥന ആ വാപ്പാക്ക് വേണ്ടി പടച്ചോ മക്കളെ എന്ന് സ്വീകരിക്കും. രണ്ടാമത്തത് ഔ സദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന ദാനധർമ്മം. നമ്മളെ സമ്പത്തിൽ നിന്നും നമ്മളെ കബറിലേക്ക് നമുക്ക് കിട്ടുന്നത്, അതല്ലെങ്കിൽ മാതാപിതാക്കൾ അവർക്ക് ചെയ്തു വെച്ചതിൽ നിന്ന് കിട്ടുന്നത്, അവർ പണം കൊണ്ട് സമ്പാദിച്ചു വെച്ച ദുനിയാവിലുള്ള അള്ളാഹുവിന്റെ കബറിന് വേണ്ടി കണ്ടെത്തിയതാണ്. ഇന്ന് കേരളത്തിലെ പല പള്ളികളുടെയും കൂലി ഒരുപാട് മനുഷ്യർ കൊണ്ടുപോയതാണ്. മദ്രസകളുടെ കൂലി പലരും കൊണ്ടുപോയതാണ്. നമ്മളുടേത് എന്ന് പറയാൻ ഈ ദുനിയാവിൽ നമ്മൾ ബാക്കി വെച്ചത് എന്താ? മക്കൾക്ക് തമ്മത്തല്ല 3 മുറി പീടിയ, 6 മുറി പീടിയ, 10 സെന്റ് സ്ഥലം, റോഡ് സൈഡിന്റെ 6 സെന്റ്. എല്ലാ മക്കളും അത്തരക്കാരെന്നല്ല. വാപ്പാക്ക് കബർ വിശാലാവാൻ വാപ്പന്റെ സമ്പത്തിൽ നിന്ന് തന്നെ കൊടുത്ത് അതിന് ആർത്തി കാണിക്കാത്തവരുണ്ട്. എന്നാൽ അതേ ആർത്തിക്ക് വേണ്ടി തമ്മിത്തല്ലുന്നവരുണ്ട്. ഔ സദഖത്തുൻ ജാരിയ, നമ്മളെ സമ്പത്തിൽ നിന്ന് നമ്മളെ കബറിലേക്ക് നമ്മൾ നീക്കി വെച്ചതെന്താ? മൂന്നാമത്തത് ഔ ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്പെടുന്ന അറിവുകൾ. ഈ അറിവുകൾ അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് അറബിക് കോളേജ് പഠിച്ചോന്റെ മാത്രം ബാധ്യതയല്ല. കുറച്ച് മൗലവിമാരുടെയും ഉസ്താദുമാരുടെയും ബാധ്യതയാ ദീൻ പറഞ്ഞു കൊടുക്കല് എന്നല്ല. ഒരറിവ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാളോട് നമ്മൾ പറയണം. അത് പറയാൻ മടിക്കുന്നത് ഞാൻ അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഇനി ഞാൻ അത് പറഞ്ഞ അവർക്ക് എന്ത് തോന്നുന്നാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ നന്നായിട്ടില്ല എന്നാ. മൗലവിമാർക്ക് അത് പറയാലോ എന്ന് ചിന്തിക്കുന്നതും അതുകൊണ്ടാ. അതിന്റെ അർത്ഥം കേട്ടത് കൊണ്ടല്ല കൂലി, കേട്ടത് ജീവിതത്തിൽ പകർത്തി ഇതാണ് ശരി എന്ന് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് കൂലി. അത് പറയാൻ നാവ് മടിക്കുന്നുണ്ടെങ്കിൽ, മനസ്സ് മടിക്കുന്നുണ്ടെങ്കിൽ ഒരർത്ഥമേ ഉള്ളൂ അതിന്. ഞാൻ അത്ര ക്ലിയർ അല്ല, ഞാൻ പറഞ്ഞോ കേൾക്കൂലെന്ന. അതുകൊണ്ട് തന്നെയാ ഔ ഇൽമുൻ യുൻതഫഉ ബിഹി, മറ്റൊരാൾക്ക് നിങ്ങൾ അറിയിച്ചു കൊടുക്കുന്ന അറിവും നിങ്ങളെ കബറിലേക്ക് ഉപകാരപ്പെടും. പ്രിയപ്പെട്ടവരെ, പല അബദ്ധങ്ങളും പ്രചരിക്കുന്ന ഒരു കാലഘട്ടമാ. സാന്ദർഭികമായിട്ട് പറയാ, ഇക്കഴിഞ്ഞ ഹജ്ജിന്റെ ഇടയിൽ 2 ആണുങ്ങൾ കൈ പിടിച്ച് നിൽക്കുന്ന ഒരു ക്യാപ്ഷൻ ഫോട്ടോന്റെ താഴെ ഇപ്പൊ വാട്സപ്പിലൊക്കെ പ്രചരിക്കുന്നുണ്ട്, ഹറമിൽ വെച്ച് നടന്ന ലളിതമായ കല്യാണം. ഹറമിൽ കയറിയ ഒരു മനുഷ്യൻ വിവാഹാലോചിക്കാൻ പാടില്ല, വൈവാഹിക ബന്ധത്തിൽ ഇടപെടാൻ പാടില്ല, നിക്കാഹാലോചന നടത്താൻ പാടില്ല. എന്നിട്ട് ഓരോരുത്തരും അതങ്ങോട്ട് അവനാന്റെ കുടുംബത്തിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു 100 ഗ്രൂപ്പിൽ ഇട്ടിട്ട് പറയാ, ഇസ്ലാമിന്റെ സുന്ദരമായ മുഖം, എത്ര ലളിതമായ കല്യാണം, ഇങ്ങനെയാവണം കല്യാണം എന്നൊക്കെ. ആരോ പടച്ചുവിട്ട ഫേക്കാണത്. ഇസ്ലാമിൽ അതില്ല. ഹറമിൽ കയറിയാൽ ഇഹ്റാമിന്റെ ഡ്രസ് ഇട്ട് കഴിഞ്ഞ് നിയ്യത്ത് വെച്ച് കയറിയ പിന്നെ ആലോചനയില്ല, ഒടിമുറിയില്ല, നഖം മുറിക്കലില്ല, വിവാഹബന്ധാലോചനല്ല, ഇതൊന്നും പാടില്ല എന്നാ. പിന്നെ എങ്ങനെയാ ഇത് വന്നത്? ആരോ എവിടെയോ പടച്ചു വിട്ടത് അവനാന്റെ ഗ്രൂപ്പിൽ അങ്ങോട്ട് ഇട്ടിട്ടൊന്ന് ഷൈൻ ചെയ്യാൻ വെപ്രാളപ്പെട്ട് ഓടുമ്പോ 1000 ഹൃദയത്തിലേക്ക് കാപട്യം വരുത്തിയതിന്റെ കുറ്റവും ഓന്റെ അക്കൗണ്ടിൽ അല്ല എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. എന്തും തൊട്ടതും തൊടാത്തതും കഴിഞ്ഞോണ്ടി ഞെക്കിപ്പിടിച്ച് അയക്കുമ്പോഴേക്കും അതൊരു ഭയങ്കര സംഭവമാണെന്നൊന്നും കരുതണ്ട. അതുള്ളതാണെങ്കിൽ പോലും, അത് മനുഷ്യന്റെ പച്ചയിറച്ചിക്ക് വേദന പറ്റുന്നതാണെങ്കിൽ, അഭിമാനം നശിപ്പിക്കുന്നതാണെങ്കിൽ അതുപോലും ഷെയർ ചെയ്യരുത് എന്നാ ഇസ്ലാമിന്റെ കൽപ്പന. ഓൻ ചെയ്ത തെറ്റിന് പടച്ചോൻ ഓന് കൊടുത്തോളും, ഓൻ പൊറുത്ത അല്ല ഓന് പുറത്തു കൊടുത്തോളും. നിങ്ങളെ പൊറുക്കലോ നിങ്ങളെ ക്ഷമാപണമോ
നിങ്ങളുടെ പൊരുത്തമോ അവന് വേണ്ട. അവനും പടച്ചോനും തമ്മിലുള്ളതാണത്. ഇതൊക്കെയാ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന്മാരുടെ ഇബാദത്ത് നഷ്ടപ്പെടുത്തുന്ന കോലങ്ങള്. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കുക ഓരോ കാര്യങ്ങളും. അറിവാണെങ്കിലും സ്വന്തം ജീവിതമാണെങ്കിലും നാളെ പടച്ചോന്റെ അടുത്തേക്ക് തിരിച്ചു പോകുമ്പം കൂടുതലൊന്നുമില്ലെങ്കിലും അള്ളാന്റെ കബറിൽ കുറച്ച് വെളിച്ചം കിട്ടാനുള്ളതൊക്കെ കാണാനുള്ള സമയമായിട്ടുണ്ട്. ഞാനൊക്കെ പറയാറുണ്ട്, 41 കൊല്ലം പടച്ചോൻ എനിക്ക് തന്നു. അള്ളാന്റെ ഹബീബിന്റെ കൽപ്പന പ്രകാരം എനിക്ക് കിട്ടുന്ന പ്രതീക്ഷ 20 ഉള്ളൂ. 20 കൊല്ലം കിട്ടുന്നുള്ളൊരു ഉറപ്പും നമുക്കില്ലെങ്കിൽ മനുഷ്യരെ അത്രയേറെ അടുത്ത പടച്ചോന്റെ കബറ്. അതങ്ങ് അഹമ്മദാബാദ് തന്നെ പോണമെന്നില്ല. തൊട്ടടുത്ത് കടന്നു മരിച്ചാലും മണ്ണിന്റെ അടിയിൽ തന്നെ വെക്കാനുള്ളൂ. ആ തിരിച്ചറിവോടുകൂടി പാഠം ഉൾക്കൊള്ളുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വ പാപങ്ങളും പുറത്ത് റബ്ബിന്റെ സ്വർഗത്തിൽ അള്ളാഹു നമ്മളെ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, മക്കളില്ലാതെ ഒരുപാട് കുടുംബങ്ങൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. റബ്ബെ, മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. അള്ളാഹുവെ, ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെടുന്നവർ ഞങ്ങളിലുണ്ട് നാഥ. എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അൻസുർ ലിഗസ്സ. അല്ലാഹുവേ, ലോകത്തിന്റെ നാനാഭാഗത്ത് പ്രയാസപ്പെട്ട് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് ആത്യന്തികമായ സമാധാനവും വിജയവും നീ നൽകി ഓരോ ജനതയോടും നീ കാരുണ്യം കാണിക്കണമേ. നാദാ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. അങ്ങേയറ്റം രോഗം ബാധിച്ച് ആശുപത്രിയിൽ കിടക്കുന്നവർ. എന്താണോ ഓരോരുത്തർക്കും ഹൈറായത്, ആ ഹൈറായ ജീവിതത്തിലേക്ക് ഓരോരുത്തർക്കും നീ നന്മ നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, ഞങ്ങളെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസവും സ്വാലിഹീങ്ങളായ മക്കളാവാനും ഏതൊക്കെ അർത്ഥത്തിൽ മാറാനും കുടുംബത്തെ മാറ്റാനും ഞങ്ങളെ കൊണ്ട് സാധിക്കുമോ ആ മാറുന്ന കുടുംബത്തിന്റെ നല്ലൊരാളാവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. ഹറാമായ സാമ്പത്തികത്തിൽ ഇടപെട്ടുപോയവരുണ്ട് നാഥ. കടബാധ്യതയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് നാഥ. ലോണ് പോലെയുള്ള പലിശയിൽ പെട്ടുപോയവരുണ്ട് നാഥ. എല്ലാം ശുദ്ധമായി നല്ലൊരു മഈശത്തോടെ എല്ലവും നല്ല ബാധ്യതകൾ തീർത്ത് നിന്നെ കണ്ടുമുട്ടുന്ന മുത്തക്കീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. മരണപ്പെട്ടു പോയ ഓരോരുത്തരുടെ കുടുംബത്തിനും നീ സമാധാനം നൽകുകയും മുൻഗാമികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിന്റെ സ്വർഗമെന്ന പൂങ്കാവനം നൽകി അവരോടും ഞങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. റബ്ബനാ അത്തിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.